ഇലക്ഷൻ ചൂട് ഏറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് തണുക്കാനായിട്ടൊരു സ്കിറ്റ് കണ്ടാലോ? വേദിയിലേക്ക് ഇതാ എത്തുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചു പ്രദീപേട്ടൻ, ശ്രീജു ചേട്ടൻ ആൻഡ് സുശ്രീ ചേച്ചി. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ പുതു സമ്മാനമാക്കൂ സോദരിയെ. മത്തങ്ങാക്കുഴി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ചന്ദ്രികയാണ്. നമ്മുടെ ചിഹ്നം ലിപ്സ്റ്റിക്. നിങ്ങളുടെ ഓരോ വോട്ടുകളും നമുക്ക് വിലപ്പെട്ടതാണ്, അത് കളയരുത്. ചേച്ചിക്ക് എന്തോ എന്നോട് പറയാനുണ്ടോ? ചോദിക്കേ ചേച്ചി. കഴിഞ്ഞ തവണ വന്ന് വോട്ട് മേടിച്ചോണ്ട് പോയതല്ലേ? വോട്ട് ചോദിച്ചെങ്കിൽ റോഡും കുളവും രണ്ടായിരുന്നല്ലോ ചേച്ചി പറഞ്ഞത്. ഇത്തവണ ഞങ്ങൾ രണ്ടും ഒന്നാക്കി വിടും. ചേച്ചിയെ നമ്മൾ ഇന്നലെ മിൽമ ബൂത്തിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നല്ലോ. അപ്പൊ ചേച്ചി പറഞ്ഞു അവിടെ നിന്നപ്പോ എന്നെ ഓർത്തെന്ന്. മിൽമ ബൂത്തിൽ വെച്ച് കണ്ടപ്പോഴുള്ള ഓർമ്മ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോഴും ചേച്ചിക്ക് ഉണ്ടാവണം. എനിക്കിട്ട് തന്നെ പറച്ചിലല്ല ചേച്ചി, ഈ പ്രാവശ്യം ഞങ്ങളത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതായിരിക്കും ഞങ്ങള്. അപ്പൊ നമ്മുടെ ചിഹ്നം മറക്കണ്ട, ലിപ്സ്റ്റിക് ആണ് നമ്മുടെ ചിഹ്നം. എല്ലാം ഓക്കെ ആയിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ട് പഠിക്കുക. എത്ര പേര് നീങ്ങിയിരിക്കുകയാണ്, ഞാൻ അവിടെ ഇരിക്കാറുണ്ട്. ഒന്നാമത് നമ്മുടെ പാർട്ടിക്ക് ചീത്തപ്പേരാ. ഇതെന്തു അവിടെ കിടന്ന് മട്ടങ്ങ് ചുറ്റുന്ന എന്തുവാ? പിന്നെ എനിക്ക് വല്ല എന്റർടൈൻമെന്റ് വേണ്ട. പിന്നെ അടുത്ത വർഷമെങ്കിലും ഒരു സീറ്റ് വേണോ? ആകെ നിൽക്കണോണ്ട് ഇതൊക്കെ ഒരു ഗുണമുള്ളൂ. അതും വേണ്ടാന്ന് പറഞ്ഞ പിന്നെ ഞാൻ KPയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഈ വോട്ട് ചോദിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ചെല്ലുന്നു. ഈ കടകളിലൊക്കെ കേറുമ്പോ കിട്ടുന്ന സാധനം എടുത്ത് തിന്നുന്ന എന്തോത്തിനാ? ആര് തിന്നു? എന്നെ പറയണ ആ ഫ്രൂട്ട്സ് അവിടെ കയറി ഇരുന്നിട്ട് തുള്ളി പറക്കി തിന്നുന്ന ഞാൻ കണ്ടല്ലോ. എന്റെ ദൈവമേ, സ്വാഭാവികം. നമ്മളൊരു കടയിൽ ചെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് അറിയാൻ 1-2 മുന്തിരിയൊക്കെ എടുത്ത് തിന്നും. ഇല്ലേ കയ്യില്ലേ? ഒന്നോ രണ്ടോ മുന്തിരി ടേസ്റ്റ് അറിയാൻ തിന്നുന്നതിൽ കുഴപ്പമില്ല. ഒറ്റ ഇരിപ്പിന് 2.5 കിലോ മുന്തിരിയാ തിന്നിട്ടുള്ളത്. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ചന്ദ്രികയെ, പ്രചാരണം ശരിയല്ല. ഇങ്ങനെയല്ല ഇത് വേണ്ടത്. പിന്നെ എങ്ങനെയാ? ഇന്നലെ നമ്മൾ ആ മൂലക്കുള്ള വീട്ടിൽ പോയായിരുന്നു. അവിടെ ഒരു മൂക്കൊലിപ്പുള്ള ഒരു കൊച്ചിരിക്കണ കണ്ടായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയുടെ നിലയ്ക്ക് ചന്ദ്രിക എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാൻ? പനിയാണെങ്കിൽ ആശുപത്രി പാനായിട്ട് ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അതാണോ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യണ്ടേ? അങ്ങനെയല്ല ചെയ്യണ്ടേ. നമ്മൾ ചെല്ലുന്നു, കൊച്ചിന്റെ മൂക്ക് പിടിക്കുന്നു, ചെയ്യണം. എന്റെ സ്വന്തം കൊച്ചിന്റെ ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ ഇനി വല്ലവരുടെയും കൊച്ചിന്റെ ഈ ചന്ദ്രികനെ അതിനൊന്നും കിട്ടത്തില്ല. പോടുന്നു. കുഞ്ഞു പിള്ളേരുടെ മൂക്ക് ഇങ്ങനെ പിഴിഞ്ഞും ചന്തി കഴി വെച്ചൊക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ നേതാക്കന്മാരായിട്ടുള്ളത്. അത് മനസ്സിലാക്കണം. ചന്ദ്രികേനെ അതിന് കിട്ടത്തില്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പാർട്ടിയും KPയും എന്നോട് പറഞ്ഞു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആ വളവിലുള്ള സുമതിയുടെ വീട്ടിൽ ഞാൻ പ്രചാരണത്തിന് പോയപ്പോ സുമതി കൊച്ചിനെ കുളിപ്പിച്ചോണ്ട് നിൽക്കുക. ഞാൻ പറഞ്ഞെടി മോളെ, ഞാൻ കുളിപ്പിക്കാടി, കുഞ്ഞിനെ ഇങ്ങി താടി. 15 ദിവസം കൊണ്ട് പ്രചാരണം നടക്കുക. ഇന്നും ഞാൻ ആ കൊച്ചിനെ കുളിപ്പിച്ചിട്ടാ ഈ പരിപാടിക്ക് പറ്റില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ ബാബുവിന്റെ വീട്ടിൽ പോയി. ഞാൻ ചെന്നപ്പോ ബാബുവിന്റെ ഭാര്യ കൊച്ചിനെ എടുത്തു വെച്ചോണ്ട് നിൽക്കുക. കൊച്ചിനെ കിട്ടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ബാബുവിനെ അങ്ങ് പറിച്ചു വെച്ചേക്കുവാന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി അവള് ഇറങ്ങടി പുറത്തെന്ന് എന്നോട് പറഞ്ഞു. അത് അയലോക്കത്തെ വീട്ടിലെ കൊച്ചായിരുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല. പ്രചാരണം എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, കുട്ടികളുടെ കേസ് വിട്. നമുക്ക് വയോജനങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ഈ വീട്ടിലൊക്കെ ചെല്ലുമ്പോ അമ്മാവന്മാരും അമ്മായിമാരൊക്കെ ഉണ്ടാവില്ലേ? ഈ അമ്മാവന്മാരെയൊക്കെ സോപ്പിട്ടെങ്ങ് പിടിക്കണം. അമ്മാവന്മാരെ സോപ്പിട്ട് പിടിക്കാൻ കഴിഞ്ഞ ആഴ്ച പ്രചാരണത്തിന് ചെന്ന് ഞാൻ ഒരു അമ്മാവന് കൈ കൊടുത്തു. ഇതെന്റെ കൈയാണെന്നും ഇതെനിക്ക് തിരിച്ചു തരണോന്നുള്ള ചിന്ത ഞാൻ അവസാനം ഊരിക്കൊണ്ട് വന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പ്രചരണമൊക്കെ കഴിയുമ്പോ ആൾക്കാർ നമ്മളെങ്ങനെ പൊതിയത്തില്ലേ? അതൊരു നല്ല സുഖമുള്ള പരിപാടിയല്ലേ? അതെന്നാ പൊതിയണെന്നറിയാമോ? ആ മൊമെന്റിലാ അവർക്ക് നമ്മളെ കിട്ടുള്ളൂ. പിന്നെ 5 വർഷം മാറ്റിയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർക്ക് പൊതിയാൻ മാത്രമല്ല അറിയാവുന്നത്, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എടുത്തുടുക്കാനും ഇവർക്കറിയാം. കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥികൾക്കെല്ലാം സ്വന്തമായിട്ട് ഓരോ പാട്ടുണ്ട്. എനിക്ക് ഈ ചന്ദ്രികയ്ക്ക് മാത്രം ഒരു പാട്ടില്ല. ആര് പറഞ്ഞു പാട്ടില്ലാതെ? എനിക്കും പാട്ട് വേണം. ചന്ദ്രിക ഇവിടെ നോമിനേഷൻ കൊടുത്തപ്പോ അപ്പൊ തന്നെ ആ പാട്ടൊക്കെ എഴുതി സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഏത് പാട്ട്? മലയാള പാട്ടൊന്നുമല്ല, എന്നും തമിഴ് പാട്ട്. പഠിക്കേ കേട്ടോ. കുത്തണം നിങ്ങൾ ഓരോ ഓട്ടം ലിപ്സ്റ്റിക് എന്ന ചിഹ്നത്തിൽ പോളിംഗ് ബൂത്തിൽ ചൊല്ലിയിടുമ്പോൾ ചന്ദ്രികയെ ഓർക്കണം. നമ്മുടെ മണ്ഡലത്തിൽ വികസനങ്ങൾ ചെയ്യുവാൻ ചന്ദ്രിക ഉണ്ട് ഇവിടെ. വോട്ട് നിങ്ങൾ തന്നാ മതി. ഇന്റെ വോട്ട് മതിയോ? ഇത്ര
ചെയ്താ മതിയോ இந்த വോട്ട് മതിയോ ഇത്രയും ചെയ്താ മതിയോ இந்த വോട്ട് മതിയോ ഇത്രയും ചെയ്താൽ മതിയോ മതിയോ മതി. ഇങ്ങനെയാണെങ്കിൽ 10 വോട്ട് കൂടെ നമുക്ക് അധികം അതാണ് പറഞ്ഞത്. അതെ, ഇന്ന് ഇച്ചിരി പ്രചരണം നമുക്ക് നേരത്തെ കഴിയണം. ആണോ? അമ്മൂമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. തീരെ വയ്യായിക്കാണോ? തീരെ വയ്യാതെ കിടക്കുക. ഞാൻ പറയണ കൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. ഞാൻ അറിയപ്പെടുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നാണ്. ഈ ഇലക്ഷൻ ടൈമിൽ അമ്മമ്മയുടെ കാര്യത്തിൽ നമുക്കൊന്ന് കണ്ണടച്ചാലോ? മനസ്സിലായില്ല? മനസ്സിലായില്ല കെ പി എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? കച്ചിക്കളയാ. കെ പി എന്റെ ബി പി കയറ്റരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഇതൊന്നും ഒരു തെറ്റല്ല. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാൽ നമുക്ക് കുറെ വോട്ടുകളെ കിട്ടും. അങ്ങനെ എനിക്ക് സഹതാപ തരംഗത്തിലുള്ള വോട്ട് വേണ്ട. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നേതാക്കന്മാർ ചെയ്തിട്ടുണ്ടാവണം. എന്റെ കെ പി കുറെ നേരമായിട്ട് നിന്ന് തള്ളുവല്ലയോ, നമുക്ക് അപ്പുറത്തെ ജംഗ്ഷനിലോട്ട് വല്ലതും പോവാം. ഏത് ജംഗ്ഷനിലേക്ക്? ഈ മണ്ഡലത്തിലെ ഏറ്റവും ലാസ്റ്റ് വീടാണിത്. ഇവിടെ എങ്ങനെ കയറിയിട്ട് പോവാം? ഈ വീട്ടില് ഈ വീട്ടിൽ ഞാൻ കേറാൻ. ഇവിടെ ആരാ താമസിക്കുന്ന അറിയാവോ? ആരാ? എന്റെ മുൻ ഭർത്താവ് അവിടെ താമസിക്കുന്നതെന്ന്. അങ്ങനെയാണോ? പിന്നെ ആ വീട്ടിൽ ഞാൻ കേറത്തില്ല, ചെത്തിയ മുറ്റത്ത് ഞാൻ കേറത്തില്ല. അറിയാമോ, 1-2 ഓട്ടല്ല ഇവിടെ 13 ഓട്ടാ ഉള്ളത്. എനിക്ക് വേണ്ട അവിടുത്തെ 13 ഓട്ടൊന്നും. ഈ പുള്ളി അത് മറ്റുള്ള പാർട്ടിക്കാർക്ക് മറിച്ചു കൊടുത്താ ഇയാള് പൊട്ടിപ്പോവും. എനിക്ക് അവനെ കാണുമ്പോ തന്നെ എനിക്കങ്ങനെ ചൊറിഞ്ഞ് കേറും കെ പി. കേറണം, ചൊറിഞ്ഞ് കേറണം. അപ്പൊ ഇത് സഹിച്ചു പിടിച്ചു നിൽക്കുന്ന ചന്ദ്രികയുടെ വീഡിയോ ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ പ്രചരിപ്പിക്കും. ഇതാണ് എത്ര പ്രകോപനപരമായ കാര്യങ്ങളുണ്ടായാലും സഹിക്കുന്ന സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ചന്ദ്രിക എന്ന് നമ്മൾ വരുത്തി തീർക്കും. ഓക്കെ, വിളിക്കവനെ. ചേട്ടാ. ആര്? ചേട്ടാ. ആരെന്ന്? ആ കാലന്റെ ശബ്ദം കേട്ടോ? മിണ്ടാതിരിക്കും. ചിരിച്ചേക്കണം, ചിരി വിടരുത്. നമസ്കാരം. നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ചന്ദ്രിക, ചിഹ്നം ലിപ്സ്റ്റിക്. ഞാൻ പോരാ. അയ്യോ, വെള്ളം എടുക്കാൻ പോണം. വെള്ളം വേണ്ട. വെള്ളം എടുക്കല്ലേ? പട്ടി അയച്ചുവിടാം. എന്റെ ചേട്ടാ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കാനാ? പിന്നെ പുതിയൊരു ലോകം സൃഷ്ടിക്കണ്ടേ? ചന്ദ്രികയാണ് സ്ഥാനാർത്ഥി, ലിപ്സ്റ്റിക് ആണ് ചിഹ്നം. എനിക്ക് ഈ ചന്ദ്രികടുത്ത് 2 വർത്താനം പറയാനുണ്ട്. ചിരി. നിനക്ക് ഉളുപ്പുണ്ടോടി? നിനക്ക് അല്പമെങ്കിലും ലജ്ജ ഉണ്ടോടി വീട്ടുമുറ്റത്ത് വന്ന് കയറാൻ? എടി, നിനക്കിത് എങ്ങനെ സാധിക്കുന്നടി? നിനക്ക് ഈ ഇലക്ഷന് നിൽക്കാൻ പറ്റും. കാര്യം ഇത്രയും തൊലിക്കെട്ടി ഞാൻ ആരിലും കണ്ടിട്ടില്ല. ചിരിച്ചു കേട്ടിക്കോ. നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടി ഇവിടെ ഇപ്പൊ ഇലക്ഷന് നിൽക്കാൻ? യോഗ്യതയൊക്കെ വേണോ ഇലക്ഷൻ നിൽക്കാൻ? മറ്റുള്ള പാർട്ടിക്കാർക്ക് വേണം, നമുക്ക് എന്റെ യോഗ്യത അതൊന്നും വേണ്ട. പിന്നെ യോഗ്യതയുള്ള ആൾക്കാരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ എവിടെ പോയി നമ്മൾ സ്ഥാനാർത്ഥികളെ തപ്പും? ഞങ്ങളുടെ പാർട്ടിക്ക് യോഗ്യതയുടെ ആവശ്യമില്ല. പാർട്ടി പറഞ്ഞു, ചന്ദ്രിക അനുസരിച്ചു. സീറ്റ് കിട്ടി. ബസ്സിലോ ട്രെയിനിലോ കയറിയാൽ പോലും സീറ്റ് കിട്ടാൻ യോഗ്യതയില്ലാത്ത ഇവളാണ്. അവർക്ക് ഈ മണ്ഡലത്തിൽ സീറ്റ് കിട്ടി. എടി, ഒരു രാഷ്ട്രീയക്കാരിക്ക് ആദ്യം വേണ്ട കാര്യം എന്താണെന്നറിയാമോ? എന്താ? ഒരു രാഷ്ട്രീയക്കാരൻ ആണാണെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് വെള്ള ഷർട്ടും മുണ്ടും, കഷത്തിൽ ഒരു ഡയറി ഉണ്ടെങ്കിൽ ക്ലീൻ പഞ്ച്. പെണ്ണുങ്ങളാണെങ്കിൽ വെള്ള സാരിയും തലയിൽ ഒരു വട്ടത്തിൽ തൊപ്പി. കറക്റ്റ് ആളായിട്ടാ പിടിച്ചു നിർത്തി. അതല്ല, നിലപാടെന്നൊരു സാധനം നിനക്കൊണ്ടോടി. ഇതവിടെ കിട്ടും. നീ രാഷ്ട്രീയത്തിൽ ആരെന്ന് പറഞ്ഞു? ഭീഷ്മാചാര്യൻ. അവളെ കൂടെ നടക്കില്ല, വല്ല അമ്പും കൊണ്ട് ചാവും. ആരെ തിരിഞ്ഞ നിലപാടെന്നൊരു സാധനം ഉണ്ടോ? എവളിപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നതല്ല അവള് പിന്നെ പ്രവർത്തിക്കുന്നത്. ഈ ഒരൊറ്റ ക്വാളിറ്റിയാണ് ഇവളിൽ ഞങ്ങൾ കണ്ടത്. ഞാൻ ഒരൊറ്റ കാര്യം കൊണ്ട് ചോദിച്ചോട്ടാ, നീ ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? എന്റെ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിലെ ഓരോ വീടുകൾക്കും ഞങ്ങൾ ഓരോ ലിപ്സ്റ്റിക് വീതം കൊടുക്കും. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാര്യം പട്ടിണി കിടക്കുമ്പോഴേ ചുണ്ട് ചോന്നിരിക്കുമല്ലോ. അത് മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിലെ ആർക്കും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഈ ചന്ദ്രികയെ വിളിക്കാം. അത് ഇലക്ഷന് നിന്നില്ലെങ്കിലും മുമ്പും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഡിവോഴ്സിന്റെ പ്രധാന കാരണം. ഞങ്ങൾ പിരിയേണ്ട പ്രധാന കാരണം അതാണ്. എടി, ഞാൻ ഒറ്റ കാര്യം നിന്റെ അടുത്ത് ചോദിച്ചോട്ടാ, നീ നിൽക്കേണ്ട പോട്ടെ. ഈ ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഒരു ABCD അറിഞ്ഞുകൂടാത്ത ഒരു കിഴങ്ങനായിട്ടുള്ളത് ആരെ കാണിച്ചു? താണ്ട എവനെ നിർത്തിയിരുന്നെങ്കിലും ജയിച്ചനല്ല, എവനെ നിർത്തിയില്ല അന്തരി ജയിച്ചനല്ല. ഫസ്റ്റ് ഒരു സീറ്റ് കിട്ടാ 10 കൊല്ലമായി നടന്നിട്ട് ഒരു കൊരണ്ടിപ്പലക പോലും ഇന്ന് വരാൻ തന്നല്ല. ഞാൻ പറഞ്ഞു എവിടെ പോണു? എവിടെ പോവരുത്. ഇരുന്നിരുന്ന് എനിക്ക് നിന്നെ എന്റെ കൈ കിട്ടിയതാണ്. ഇവിടെ വന്നില്ലേ? ജീവിതത്തില് ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കടുങ്കൈ ഞാൻ ചെയ്യാൻ പോകണം. അയ്യോ അല്ല, ഞാൻ ചത്താ പിന്നെ ഇത് ആരും മുമ്പോട്ട് കൊണ്ടുപോകും. അവിടെ നില്ലേ? പ്രിയമുള്ളവരെ, നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വരുന്നത്. പ്രമോഷൻ വേണ്ടേ?
വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ കുറച്ചു കാലമായിട്ട് ഈ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് ഞാൻ ലൈവിൽ വന്നിട്ടില്ല. ഇന്ന് ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ എന്റെ മുമ്പ് കിട്ടി. കാര്യം എന്റെ പഴയ ഭാര്യയാണ്. അത് നിങ്ങൾ വിടൂ. നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണോ ഇതുവഴി ചോദിക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ലൈവാണ്, ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് പറഞ്ഞോ? പറ. ഈ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് പറയടി. ഈ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ടെന്ന് വെച്ചാൽ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും ഒറ്റ മണ്ഡലത്തിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇരുന്ന് നെരുങ്ങി അവളങ്ങ് രക്ഷപ്പെട്ട്. ഇരുന്ന് നെരുങ്ങി അവളുടെ ഷൗക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് പണ്ടേ അവളെ അറിയാം. ഒരാൾ ചോദിച്ചേക്കുന്നു, MLA ആയിട്ട് മത്സരിക്കുന്നതല്ലേ, MLA ഫുൾ ഫോം എന്തെന്ന് പറഞ്ഞുപാട്. മീറ്റിങ്ങിന് ലേറ്റായി എത്തുന്ന ആള് കാച്ചിക്കോ. കുഴി ചടിക്കാൻ നടക്കുവാണോ നിങ്ങള്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഒരു സ്ഥാനാർത്ഥി വരുമ്പോ നിങ്ങൾ ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കുന്നവനെ ഉത്തരം മുട്ടിക്കുന്ന രാഷ്ട്രീയം. ചോദ്യം ചോദിക്കേണ്ടടുത്ത് ചോദ്യം ചോദിക്കുക ചെയ്യും. കാര്യം ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ഒരുത്തന്റെ തന്താര വകയല്ല. ഇന്ത്യ പൃഥ്വിരാജ് പറഞ്ഞ ഡയലോഗ് കാണാതെ എന്നോട് വന്ന് പറയാൻ നിങ്ങൾക്ക്? എനിക്ക് ഒരു നാണമില്ല. എടി ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നീ ഇപ്പൊ ജയിച്ച് കയറി പോകുന്ന സ്ഥാനത്ത് എത്ര പ്രമുഖർ ഇരുന്നിട്ടുണ്ടെന്ന് അറിയാമോ? ദ്രൗപദി മുർമു, ഇന്ദിരാഗാന്ധി, എന്തിന് കേരളത്തിൽ നിന്ന് KR ഗൗരിയമ്മ, അവിടേക്കല്ലേ നീ ജയിച്ച് കയറി പോകുന്നത്? ഞാൻ എവളും പിരിയാളെ പ്രധാന കാരണം എന്താണെന്ന് അറിയാമോ? എവള് വീട്ടില് എന്റെ അച്ഛനമ്മയെ നേരെ നോക്കൂല, എന്റെ പിള്ളേരെ നേരെ നോക്കൂല, നാട്ടുകാരത്ത് നുണയം പറഞ്ഞുകൊണ്ട് നടക്കും. ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ മണ്ഡലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് എനിക്കെന്നല്ല, എനിക്കറിയാവുന്ന ആരെ കൊണ്ട് ഞാൻ വോട്ട് ചെയ്യിക്കുകയില്ല, നിന്നെ ഞാൻ ജയിപ്പിക്കുകയില്ല. നമുക്ക് അടുത്ത മണ്ഡലത്തിലോട്ട് പോവാം. പോ. കണ്ടല്ലോ, ഇലക്ഷൻ ആവുമ്പം 5 കൊല്ലത്തെ മോഹന സുന്ദര വാഗ്ദാനം പറഞ്ഞുകൊണ്ട് വെള്ളയും പൂച്ചി ഇതുപോലെ ഓരോന്ന് കയറി വരും. വോട്ടെന്ന് പറഞ്ഞാൽ നമുക്കുള്ളതാണ്. നമ്മൾ ആര് കയറി ഭരിക്കണമെന്നല്ല, നമുക്ക് വേണ്ടി ആര് ഭരിക്കണമെന്ന് തെരഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ തെരഞ്ഞെടുപ്പ്. അതാണ് നമ്മുടെ മൗലിക അവകാശം. ജയ് ഹിന്ദ്. നമ്മുടെ ഓഡിയൻസ് ചേച്ചിമാര് കട്ടൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളും അഭിനയിച്ചല്ലോ നന്നായിട്ട്. ഇഷ്ടപ്പെട്ട സ്കിറ്റ്. അപ്പൊ അവരെൻജോയ് ചെയ്തു. ഇനി നമ്മുടെ കാര്യക്കാർ എൻജോയ് ചെയ്തു നോക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീര സ്കിറ്റ് ആയിരുന്നു. നല്ല പ്രസക്തിയുള്ളൊരു കണ്ടന്റ്. അത് 3 പേരും ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല പഞ്ച് ക്ലൈമാക്സ്. ശ്രീജു വന്ന് പറഞ്ഞത് നല്ല കിടിലനായിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നു. 3 പേരും ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു കൗണ്ടർ പോലും അല്ലെങ്കിൽ വിറ്റ് പോലും നമ്മൾ ആവർത്തന വിരസത ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു സൂര്യശ്രീ നിങ്ങൾ കിടിക്കേട്ടാ, ഒരു രക്ഷയില്ല. അടിപൊളി. ഇവിടെ നിന്നുള്ള എൻട്രി തുടങ്ങി ക്ലൈമാക്സിൽ ഇവിടെ നിന്ന് പോകുന്നത് വരെ, ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങി പോകുന്നവരെ സൂര്യശ്രീ കിടിലനായിരുന്നു കേട്ടോ. എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം സ്വന്തം ഭർത്താവിനെ കണ്ടിട്ട് നിങ്ങളിൽ ഹൈഡായിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളും കൂടി അറിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. കാരണം രാഷ്ട്രീയത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുപോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവർ സ്വന്തം മക്കളെ പോലും നോക്കാതെ എന്ന് പറയുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഹ്യൂമർ നമുക്ക് മനസ്സിലാവുന്നു. അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ചിരിക്കാൻ പറയുന്ന ആ ഒരു സംഭവം, അഭിനയം ഉണ്ടല്ലോ, ആ ചിരിയിൽ ഭയങ്കര രസമുണ്ടായിരുന്നത്. അത് അഭിനയമാണെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. വേറൊരു സംഭവമുണ്ട്, ഈ പട്ടിണി കിടന്നാലും ലിപ്സ്റ്റിക്ക് കൊടുക്കണമെന്നുള്ളൊരു ആ ഒരു ത്രെഡ്, ആ ഒരു കൗണ്ടർ ഉണ്ട്. ആ എലമെൻറ്റ് ഭയങ്കര. കാരണം ലിപ്സ്റ്റിക്ക് ഇടാത്ത ആരവിടെ ഉള്ളത്? ആണുങ്ങൾ പോലും ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതാണ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഇത് പേഴ്സിലില്ലെങ്കിൽ ഭയങ്കര വിഷമല്ലേ? അതെ അല്ലേ? അതെ, ഭയങ്കര വിഷമമാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും. അതെ അതെ അതെ. അത് വെച്ച് ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് പ്രതിഭ, നിങ്ങളും ഈ പറഞ്ഞിട്ട് ഭീഷ്മാചാര്യരായിരുന്നു. അത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരെയൊക്കെ ഉൾപ്പെടുത്തി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുള്ള സംഭവം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് അത് എടുത്തു പറയാനുള്ള കാര്യം, ഈ ഫ്രണ്ടിലിരിക്കുന്ന ചേച്ചി ശരിക്കും സ്ഥാനാർത്ഥിയാണെന്ന് കരുതിപ്പോയി. അതൊക്കെ നമുക്കറിയാം. നിങ്ങൾ വന്നിട്ട് പിന്നെ വരും കറക്റ്റ് ലൈവായിട്ട് അങ്ങനെ. കാരണം അതെനിക്ക് തോന്നുന്നത് സൂര്യശ്രീ അത് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് അവരോട് ചോദിച്ചുകൊണ്ടും അത് പ്രതിഫലിച്ചുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് കൊണ്ടാ. എന്തായാലും 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നല്ല രസമായിട്ട് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇതിനകത്ത് ബിജുക്കുട്ടൻ പറഞ്ഞ പോലെ സൂര്യശ്രീ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
കാര്യം ഒരു സാധനം പെർഫോം ചെയ്യാൻ കിട്ടിയാൽ അതെങ്ങനെ പെർഫോം ചെയ്യാം അതിൻ്റെ മീറ്റർ കറക്റ്റായിട്ട്. കാര്യം ഇന്ന് ഇവിടുന്ന് പോയി ഞാൻ ഏറ്റവും അധികം എനിക്ക് അതിശയം തോന്നിയത് അവിടെ ചെന്ന് ചേച്ചിമാരോട് ഓട്ടി വെച്ച് മൈക്ക് കൊടുത്ത് ചേച്ചിമാർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ഇതിലില്ലാത്ത വേറെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്ന് പോയതാണല്ലോ, പിന്നെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഫ്രണ്ടിരിക്കുന്ന ചേച്ചിക്ക് വളരെ സീരിയസ് ആയി. ഇത് നമ്മൾ കുറെ ഭയങ്കര പരിപാടി അവിടെ ലൈഫായി. മൈക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് 5 സ്കിറ്റ് ഒന്നിച്ച് കളിച്ചേനെ. കാരണം ഇത് ചില ആൾക്കാരുടെ ഉള്ളിലുള്ള നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചില വിഷമങ്ങളുണ്ട്. കാര്യം ചില സ്ഥാനാർത്ഥികൾ ശരിയാണ്, ചിലവർ വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞാണ് അവരെ കാണുന്നത്. പക്ഷേ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എത്രമാത്രം സൂര്യശ്രീ ഒരു കാൻഡിഡേറ്റ് ചെയ്യാവോ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് സൂര്യശ്രീ ഇവിടെ ചെയ്തു. ആ ചിരി ഉൾപ്പെടെ ഉള്ളത്. പിന്നെ പ്രദീപ് ഈ പാരടി ഒരു രക്ഷയില്ല കേട്ടോ. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാരടി. കാരണം പണ്ട് ഈ സുരേഷ് കുറുപ്പ് കോട്ടയത്ത് മത്സരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. ഈ കറുപ്പിനഴകിയ സമയത്താണ്, കറുപ്പിനഴക് ജോൾസിനയുടെ പാട്ട് ഹിറ്റായ സമയത്ത് കുറുപ്പിനഴക് സുരേഷ് കുറുപ്പിനഴക് താടിയുമായി ചെയ്യുമായി കുറുപ്പ് വന്നല്ലോ. കാര്യം വേറെ എഴുത് ചൂടപ്പം പോലെ വിറ്റുപോലെ. ഇപ്പോഴത്തേക്കും ഭയങ്കര ലിറിക്സും അതുപോലെ നമ്മളെ ടൈമിങ് കറക്റ്റാ. കുറച്ച് നേരത്തെ ഇപ്പൊ ഈ പറഞ്ഞ സമയത്തൊക്കെ കുറച്ചും കൂടി തെറ്റിപ്പോണ മീറ്റർ കറക്റ്റ് അല്ലായ്മയുണ്ട്. അത് നമുക്ക് ചിരി വരും. അത് പിന്നെ അല്ല, അങ്ങനെ ഒത്തിരി പാരഡികളുണ്ട്. അതിപ്പോൾ ഞാൻ ഇന്ന് പ്രദീപ് ആ തമിഴ് പാട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര രസം തോന്നി. ആ പാരഡിക്ക് ഒരു നല്ല കൈഡിയ, ഉഗ്രം പാരഡി ആയിരുന്നു. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ ഒരു ഇലക്ഷൻ്റെ സമയമാണ്. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഇത് ആൾക്കാർ കാണേണ്ട ഒരു സ്കിറ്റ് കൂടിയാണ്. കാര്യം ഏതൊരു രാഷ്ട്രീയക്കാരനും വേണ്ടത് നിലപാട് എന്ന് പറയുന്നൊരു സാധനമാണ് അല്ലേ. ആ നിലപാടുള്ളവനെ ഒരു രാഷ്ട്രീയക്കാരനാവാൻ പറ്റുള്ളൂ, അവനെ ജനങ്ങളെ സേവിക്കാൻ പറ്റുള്ളൂ. പിന്നെ ക്ലൈമാക്സ് പഞ്ചിൽ ശ്രീജു പറഞ്ഞ ഡയലോഗ്സൊക്കെ അടിപൊളിയായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഡയലോഗ്സ് ആയിരുന്നു. എന്നാൽ ഈ തോട്ടിനും ഈ സ്കിറ്റിനും ഒരു ഉഗ്രം കൈയടി, ഗംഭീരം, അടിപൊളി. താങ്ക് യു. അടിപൊളി. ഈ സ്ക്രിപ്റ്റിനുപരി ഇതിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ സെലക്ഷനാണ് ഗംഭീരമായത്. കാര്യം ആ ലിഫ്റ്റിക് എന്ന് പറയുന്ന ആ സാധനം ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ കൊണ്ടുവരുന്നാലേ അത് ഇക്കുള്ളൂ. ആ സമയത്ത് ശ്രീജു അത് ഏറ്റെടുത്താൽ അത് പോവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് അത് വനിതയ്ക്ക് തന്നെ കൊണ്ടു കൊടുത്തു. സ്ഥാനാർത്ഥിയുടെ ആള് കൂടെ നടക്കേണ്ടത് ആരാണെന്നുള്ളത് KP അല്ലേ, KP പോസ്റ്റ് ചെയ്തു. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളത് ഒന്നും ബോധമില്ലാത്തവരാണെന്നുള്ളതാണ് ഹൗസ് ഓണർ ഓടിച്ചിട്ട്. കാര്യം ഈ ക്ലൈമാക്സ് ആണല്ലോ എൻ്റെ പഞ്ച്. ഈ ക്ലൈമാക്സിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ആകണം എന്നാണ് നമ്മൾ വോട്ട് ചെയ്യുന്നവരുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ ആകുന്നില്ല എന്നുള്ളത് നമുക്കിട്ട് അറിയുകയും ചെയ്യാം. എന്നാലും നമ്മൾ അടുത്ത പ്രാവശ്യം പോയി വോട്ട് ചെയ്തിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കെയാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളിങ്ങനെ ഒരു സ്കിറ്റ് കൊണ്ടുവന്നത്. തമാശ രൂപത്തിലാണെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ കൊള്ളേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്. തമാശയ്ക്കുപരി നമുക്ക് കുറച്ചുകൂടെ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് കയറാൻ പറ്റുന്ന കുറേ വാക്കുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു. താങ്ക് യു ഇക്ക. അപ്പം കമന്റ്സ് ഒക്കെ നമ്മൾ കേട്ടു. ഇനി സ്ഥാനാർത്ഥിയുടെ റിസൾട്ട് അറിയാം നമുക്ക്. പഞ്ച് അടിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പ്രചോദേട്ടാ? ഞാനൊരു 15,000 മാർക്ക്. 15,000. വിജുക്കുട്ടൻ ചേട്ടാ? ഞാൻ ഒട്ടും കുറക്കുന്നില്ല, 15,000 രൂപ. ഓക്കെ, 30,000 രൂപ ആയിട്ടുണ്ട്. ഇനിയൊക്കെയാണ് ഹൈഡ് ചെയ്ത് വെച്ചത്. ബാക്കിയുള്ള പ്രചരണത്തിനാ നല്ല പാരഡി റെക്കോർഡ് ചെയ്യണേ. വായ്പാട്ടാക്കാൻ കിടക്കുന്നു. 68,000 രൂപയാണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. പ്രചരണത്തിനുള്ളതൊക്കെ ആയില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ സ്ഥാനാർത്ഥി ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഒരു ഉത്സവ മൂഡ് പിടിച്ചാലോ നമുക്കിനി? അപ്പൊ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം രാജ്മോഹൻ ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ ആൻഡ് വിശ്വ ചേട്ടൻ. അമ്പിളിപ്പൊളി പോലെ തെളിനെറ്റി അതിൽ കുമ്പളക്കുരു പോലെ കുറി തൊട്ട് നീ അന്നണഞ്ഞപ്പോ ഉണർന്നു മോഹത്തിൽ കുമ്പളവള്ളി. അയ്യോ, എന്തിനാ ചിരിക്കുന്നത്? എൻ്റെ പേര് വാസുക്കുട്ടൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും മനസ്സിലാവത്തില്ല. പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയൊരു കഥയുണ്ട്. കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയേണ്ടി വരും. ശ്രദ്ധിച്ച് കേട്ടോണം, അല്ലെങ്കിൽ പൊട്ടനാട്ടം കാണുന്ന പോലെ ഇരിക്കേണ്ടി വരും. അതാ പറഞ്ഞത്. എൻ്റെ അച്ഛൻ ചെല്ലപ്പനും ഞാനും കൂടെ മനസ്സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഒരു ദിവസം അച്ഛൻ്റെ പ്രശസ്തമായ ഒരു ഡയലോഗിൽ നിന്നാണ് കംപ്ലീറ്റ് വിഷയം തുടങ്ങുന്നത്. വേറൊന്നുമല്ല, രാവിലെ ഞാൻ പണിക്ക് പോയപ്പോൾ എന്നെ വിളിച്ചു. മോനെ, അച്ഛൻ വൈകിട്ട് കഴിച്ചിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് വന്നോ, പാവല്ലേ. വൈകുന്നേരം ഞാൻ പണിയും കഴിഞ്ഞ് വന്നപ്പോൾ കല്യാണം കഴിച്ചിട്ടിരിക്കുന്ന പുള്ളി. എങ്ങനെയുണ്ട്? അതിൽ നിന്നാണ് കംപ്ലീറ്റ് വിഷയം ആരംഭിക്കുന്നത്. പ്രശ്നമില്ല, പാവല്ലേ, വയസ്സാം കാലമല്ലേ, കല്യാണം കഴിച്ചിട്ട്. പക്ഷേ
ഒരാറ്റം ബോംബിനെയായിരുന്നു എന്റെ അച്ഛൻ കിട്ടിയത്. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് സുധാകരന്റെ അമ്മ ഇതുപോലെ പൂജയും വഴിപാടിനും വേണ്ടി മാത്രം ജനിച്ചൊരമ്മച്ചി കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോ അച്ഛനുമായിട്ട് ടൂറിന് പോകാൻ പോയി. അച്ഛനോട് ഞാൻ അന്ന് പറഞ്ഞ്, അച്ഛാ പോവല്ലേ, അച്ഛനെ തീക്കലിനകത്ത് അൽഫാം പോലെ ആക്കുമെന്ന്. പക്ഷെ അറിയാൻ സാധിച്ചത് അച്ഛൻ അൽഫാം ആയില്ല, ഉരുട്ടിയ ഉരുട്ടലിന് മീട്രോള് പോലെ ആയിപ്പോയി. പിന്നെ ഇതുവരെ അച്ഛനെ കണ്ടിട്ടില്ല. സാരമില്ല, അതൊക്കെ പോട്ട്. നിങ്ങൾ വിചാരിക്കും ഈ സങ്കടങ്ങളൊക്കെ ഞാൻ ഈ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതാണ്. ഇത് അമ്പലമൊന്നുമല്ല, ബാങ്കിൽ നിന്ന് പണിയെടുത്ത് ഞാൻ വെച്ച എന്റെ വീടാണ്. അവരത് പൊളിച്ച് അമ്പലമാക്കി പണിതേക്കുവാണ്. അതൊക്കെ പോട്ട്. ഇവരെന്നോട് പറയായിരുന്നു, ഈ വരുന്ന ചൊവ്വാഴ്ച എന്റെ വീട്ടിൽ കൊടിയേറുവാന്ന്. 10 ദിവസത്തെ ഉത്സവമാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. പ്രചോദേട്ടാ, ഒരു മെഗാ ഷോയ്ക്ക് സ്കോപ്പ് ഉണ്ട്, പക്ഷെ 10 പൈസ കിട്ടത്തില്ല. കുറച്ച് ചന്ദനവും അവലും മലരും പിന്നെ ജപിച്ചൊരു ചരടും. അതുകൊണ്ട് തൃപ്തിപ്പെട്ടോണം. ഇതുപോലെ റൈറ്റ് ആണ്ട് വരുന്നടാ. നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി ത്രാഹി ദുർഗേ. ആശുക്കുട്ടോ, നിന്നോട് ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നിങ്ങനെ പല്ലും തേക്കാതെ കുടിക്കാതെ മണി നിൽക്കരുത്. എന്റെ പൊന്ന് തള്ളേ, ഞാൻ പണിയെടുത്ത് വെച്ച എന്റെ വീടാണ്, അതാണ് നിങ്ങൾ ക്ഷേത്രമാക്കിയത്. എടാ, അതൊക്കെ അങ്ങ് പൂർവ്വകാലത്ത്. ഇപ്പൊ ഇത് മാതാ ദാക്ഷായണിയുടെ ആശ്രമമാ. എന്റെ വീടും പറമ്പും എഴുതി മേടിക്കാനുള്ള ആശ്രമം അതങ്ങ് കൈ വെച്ചാ മതി. പണ്ട് പൂജയും വഴിപാടും മാത്രമേ ഉള്ളായിരുന്നു ഇവർക്ക്. ഇപ്പൊ ഇവർക്ക് പ്രമോഷൻ കിട്ടി. ഇപ്പൊ ദൈവമാണെന്നാ പറയുന്നത്. മാതാ ദാക്ഷായണി തിരുവടികൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ അച്ഛനെവിടെ തള്ളേ? എടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ എന്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഹണിമൂണിനൊന്ന് പോയത്. അത് നിനക്ക് ഓർമ്മയില്ലായിരുന്നോ? ഹണിമൂണിന് പോയപ്പോ ഞങ്ങൾ കാശിയിലാ പോയത്, 2 പേരും കൂടെ. അവിടെ ചെന്നപ്പം പുള്ളിക്കാരനൊരു ആഗ്രഹം അവിടെ ഒന്ന് ഭജന വിരുന്നാൽ എന്താണെന്ന്. അങ്ങനെ ഭജന വിരുന്നിരുന്ന് പുള്ളി പറഞ്ഞ്, ഇനി ഞാൻ ഇവിടുന്ന് അങ്ങ് സമാധി ആയിക്കോളാം. അച്ഛനെ തട്ടി, അതാണ് ഈ പറയുന്നത്. എന്റെ അച്ഛനെ കൊന്നിട്ട് വന്നതെന്ന് വീരവാദം അടിക്കോളാം. പറയാതെ അങ്ങനെ പറയാതെ. നിനക്ക് എന്നെ വിശ്വാസമില്ല. നിനക്കും എന്റെ മോനല്ല സുധാകരൻ, അവനുമാണ് ഈ ഭൂലോകത്തിൽ എന്നെ വിശ്വാസമില്ലാത്തത്. പാവം പിടിച്ച സുധാകരൻ, അവൻ മനോഹരമായൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുമായിരുന്നു. ആ പെണ്ണിന്റെ കൈ തിളച്ചെണ്ണെ പിടിച്ച് മുക്കിയോടുകൂടി അവൾ ഓടി. ഇപ്പൊ സുധാകരൻ വിധവനായിട്ട് നടക്കുക. ഇവിടെ ഭക്തജന തിരക്കല്ലേ. ഇപ്പൊ 10-25 വയസ്സുള്ള പെണ്ണ് കിട്ടാത്ത ചെറുപ്പക്കാർ ഇവിടെ വരാറുണ്ട്. അവർക്ക് വിവാഹ തടസ്സം മാറ്റിക്കൊടുക്കാൻ, ചരട് ജപിച്ച് കെട്ടുവാൻ. സ്വന്തം മകന്റെ ഭാവി കളഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് നാട്ടുകാരുടെ വിവാഹം നടത്തി കൊടുക്കുന്നത്? ഞാൻ ചരട് ജപിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നീ മേലെ കുറ്റം പറഞ്ഞേക്ക്. എടാ, ഇല്ലിരിക്കുന്ന ബിജുക്കുട്ടൻ കുഞ്ഞുണ്ടല്ലോ, എന്റെ ഇടയ്ക്ക് വന്ന് അവന് ഭയങ്കര സമയദോഷമായിരുന്നു. എന്റെ ഇടയ്ക്ക് വന്ന് അമ്മേ അനുഗ്രഹിക്കണേ എന്ന് വന്ന് കാലേ വന്ന് സാഷ്ടാംഗം വീണ ഞാൻ അനുഗ്രഹം കൊടുത്ത് കുറച്ച് ഭസ്മവും കൊടുത്ത് വിട്ട്. അതിനുശേഷം ഇപ്പൊ 2ാമത്തെ വാഴയ്ക്കകത്ത് വരെ കയറി ഇരിക്കുക. വാഴയ്ക്കകത്ത് കയറിയിരിക്കുക ആയിരിക്കുന്ന ബിജുക്കുട്ടനാണ്, അല്ലാതെ കടവാവലൊന്നും അല്ല. വേണ്ട, നീ ഞാൻ പറയാതെ ആ തോട്ടിൽ പോയി മുങ്ങിയിട്ട് ഈരനണിങ്ങിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വാ. എന്തിന്? എടാ കൊച്ചനെ, നീ അതിന് ഇവിടുത്തെ മേൽശാന്തി. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി തരണമെങ്കിൽ എന്ത് വേണം? ശരി, നിനക്ക് മേൽശാന്തി ആകാൻ വയ്യെങ്കിൽ വേണ്ട. ഒരു കാര്യം ചെയ്യും, നീ ഇതാണ്ട നമ്മുടെ അമ്പലത്തിന്റെ പുറയിലെ ജനലിന്റെ സൈഡിലോട്ട് ചെല്ല്. അവിടെ രാധാകൃഷ്ണൻ ഇരിപ്പുണ്ട്. അവന്റെ കൂടെ ഇരുന്ന് നമുക്ക് രസീതും ഒക്കെ ഒന്ന് എഴുതി പോയത്. അതെങ്കിലും ചെയ്യാം. ഈ രാധാകൃഷ്ണൻ ആരാന്നറിയോ? പണ്ടത്തെ കാര്യമാ. ഇവരൊന്നിച്ച് സുധാകരനുമായിട്ട് ജീവിച്ചിരുന്ന സമയത്ത് ഇവരൊറ്റക്കാവുമല്ലോ എന്ന് കരുതി സുധാകരൻ മേടിച്ചു കൊടുത്തൊരു വളർത്തു പട്ടിയാ. അതിന്റെ പേരാ രാധാകൃഷ്ണൻ. അതായിരുന്നു ഇവരുടെ പരികർമ്മി. ഇപ്പൊ ആ പട്ടിക്ക് ഇവര് പ്രമോഷൻ കൊടുത്തു. ഇപ്പൊ ആശ്രമം പ്രസിഡന്റ് ആ പട്ടി. ആ പട്ടിയുടെ കൂടെ പോയിരുന്ന് രസീത് എഴുതി കൊടുക്കാനാ ഈ പറയുന്നത്. നിങ്ങളാരും ചിരിക്കണ്ട. ആ പട്ടി ഇപ്പൊ ഉത്സവത്തിന്റെ കാർഡുമായിട്ട് അങ്ങോട്ട് വരും. പിരിവിന് കൊടുത്തില്ല കൊരക്കുകയും ചെയ്യും. കുറച്ചാൽ എന്താണോ കുഴപ്പം? നിന്നോട് ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, നീ ഓർമ്മ വെച്ചോണം. ഇനി മേല ശ്രീകോവിലിനകത്ത് ചെരുപ്പിട്ടോണ്ട് കയറിയേക്കല്ലേ, ഞാൻ പറഞ്ഞേക്കട്ടെ. ശ്രീകോവിൽ എന്നെങ്കിലും ഒരു കല്യാണം കഴിക്കുമ്പോ എനിക്കും എന്റെ ഭാര്യക്കുമായിട്ട് താമസിക്കാൻ എന്റെ ബെഡ്റൂം ഞാൻ ചിത്രപ്പണിയോടുകൂടി ഒരുക്കി. അതാണ് ഇവരുടെ ശ്രീകോവിൽ. ഇപ്പൊ ഞാൻ അതിനകത്ത് കയറണമെങ്കിൽ കിണ്ടിക്കകത്ത് കാലി കഴിയണം. എവിടെ നടക്കും ഇതൊക്കെ? എവിടെ നടക്കും? നിനക്ക്
മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നത് മാത്രം ഇവിടെ നിന്നാ മതി. അല്ലാതെ ദാച്ചാണി ഉണ്ടാക്കിയത് ഇന്നും കുടിച്ചോണ്ട് ഇവിടെ നിൽക്കാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞു. ഈ പെര വെക്കാൻ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തരാം. സത്യം പറഞ്ഞ 2-3 അടവ് മുടങ്ങിയപ്പോ അയാൾ എന്റെ വീടും പറമ്പും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ഉച്ചക്ക് വെള്ളിയാഴ്ച ഞാൻ വരുമ്പോ ഈ പറഞ്ഞ മാനേജർ ഇവിടെ പൈസ അടച്ചിട്ട് എന്റെ പെരക്ക് ചുറ്റും ശയനപ്രദർശനം ചെയ്യുന്നു. ഇവരെ കൊണ്ട് ആദ്യമായിട്ട് എനിക്കുണ്ടായ ഒരേ ഒരു ഉപകാരം അത് മാത്രമാണ്. നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്ന നിന്റെ വയറ്റിലകത്ത് കിടക്കുന്ന ചാരായവ നിനക്കാരാണ്ട് കൈവശം തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ ആ കൈവശം എല്ലാം വലിച്ചൂരി വെളിയിടും. ഞാനൊരു 25 ചൂട് അടുപ്പിലിട്ട് ചുട്ടു വെച്ചിട്ടുണ്ട്. അതെടുത്തോണ്ട് വന്ന് നിന്റെ കണ്ണിനും മൂക്കിനും വായിലും എല്ലാം കഴിക്കുമ്പോഴത്തേക്കും എല്ലാ ബാധയും മാറി. ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. എങ്ങനെ പോകണ്ട, ഇവിടെ തന്നെ നിന്നല്ല ഇപ്പം. പിന്നെ ചൂലമെടുത്ത് കണ്ണിലും മൂക്കിലും കേറ്റുവെന്ന് ചിലപ്പോ പറഞ്ഞ പോലെ ചെയ്യൂ തള്ള. എന്തിനാണ് ഞാൻ എന്റെ അച്ഛൻ പോയ വഴിയെ പോക ഒരു പരിപാടി. ഈ സമയത്ത് ഇത് ആരുടെ ഇവിടെ വിളിക്കുന്നത്? ഹലോ ഹലോ വാസുക്കുട്ടനല്ലോടാ? അതെ, ആരാ? അച്ഛനാണോ ചെല്ലപ്പൻ? നിന്റെ അച്ഛനാണോ? അച്ഛൻ സമാധിയായില്ലായിരുന്നു അച്ഛൻ. ഇല്ല, ഇപ്പഴാ എനിക്കൊരു സമാധാനമായത്. അച്ഛൻ എവിടെയാണ് അച്ഛാ? എവിടാന്നൊക്കെ പിന്നെ പറയാം. മോനെ ആ ദാക്ഷായണി അവളുണ്ടോ അവിടെ? ഉണ്ടോന്നോ? നടുക്കടലിൽ എണ്ണയിട്ടിട്ട് പോയി കളഞ്ഞില്ലേ? നമ്മുടെ വീട് അമ്പലമാക്കി അച്ഛാ. കൊടിയേറുവാണ് ചൊവ്വാഴ്ച 10 ദിവസത്തെ ഉത്സവം. മോനെ മക്കളെ നീ പേടിക്കണ്ടാടാ, എല്ലാത്തിനും ഒരു പരിഹാരം അച്ഛൻ കണ്ടിട്ടുണ്ട്. എന്ത്? എടാ നീ ചട്ടമ്പി കുഞ്ഞു വന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കറിയാം? എടാ ബോംബെ ഒക്കെ വിറപ്പിച്ച വലിയ ഗുണ്ടയാണ് അവൻ. അവന് ഞാനൊരു 50,000 രൂപ ഒപ്പിച്ചു കൊടുത്ത് ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അവനിപ്പോ എന്തായാലും അങ്ങോട്ട് വരും. അവിടെ വന്നിട്ട് അവളെ അവിടുന്ന് അടിച്ചിറക്കി അവിടെ ശുദ്ധികലശം ചെയ്ത് അത് കഴിയുമ്പോ മോനും ഞാനുമായിട്ട് അവിടെ സന്തോഷമായിട്ട് താമസിക്കും. മോനൊരു 2 ദിവസത്തേക്ക് അവിടെ നിന്ന് മാറി നിന്നാ മതി. ഇതൊക്കെ നടക്കുവാ അച്ഛാ? ഹലോ, അച്ഛൻ വെച്ച് ദൈവമേ, ആരോ കെട്ടുവെള്ളം കടിച്ചു പിടിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഭക്തനാണെങ്കിൽ അവന്റെ കാര്യം ഹദാഹുവ. ആരാ? ചട്ടമ്പി കുഞ്ഞുമോൻ, മഴയത്തും വെയിലത്തും കുഞ്ഞുമോൻ. മഞ്ഞത്തും കുഞ്ഞുമോൻ തന്നെ. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ വാസുക്കുട്ടൻ. നീ ശ്വാസം വിട്ടാ കൂർക്കം വലിച്ചോ, അതെന്റെ പ്രശ്നമല്ല. നീ ആരാന്നാ ഞാൻ ചോദിച്ചത്? ശ്വാസം വിട്ടെന്നല്ല പറഞ്ഞ, എന്റെ പേരാ പറഞ്ഞ വാസുക്കുട്ടൻ. താൻ ആരാടോ? എടാ നിനക്കറിയത്തില്ലയോ? ഇല്ല. ചട്ടമ്പി കുഞ്ഞുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബോംബെ കിഴുകിട വറപ്പിച്ച കുണ്ടേടാ. എടാ കുഞ്ഞേ, കുഞ്ഞുമോൻ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം പൂ പോലെ പുഷ്പം പോലെ നടത്തിയിട്ടേ കുഞ്ഞുമോൻ ഇവിടുന്ന് പോകൂ. അവസാനം ആ പറഞ്ഞ സാധനം നെഞ്ചത്ത് വെക്കാൻ ഇടവരരുത്. എന്ത്? പൂ കൊണ്ട് റീത്ത്. എടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ സാധനത്തിനെ അല്ല ഒഴിപ്പിക്കേണ്ടത്, വേറെ സാധനമാ ഇത്. എടാ മക്കളെ, നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഒരുപാട് രാജ്യങ്ങളെ കണ്ടവനായി കുഞ്ഞുമോൻ. ഇതൊക്കെ നിസാരം. 75 വയസ്സുള്ള ഒരു തള്ള ഇവിടുന്ന് ഇറക്കി വിടാൻ എന്ത് വേടാ ഇത്ര പ്രയാസം? ശരി, നിങ്ങളുടെ ആത്മവിശ്വാസം ഞാൻ കളയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടുത്തെ മേൽശാന്തി ആയിട്ട് നിൽക്കരുത്. എനിക്ക് ഒരാളെ കൂടെ ഒഴിച്ചു വിടാൻ വയ്യണ്ണാ, വയ്യ. ഇയാടെ കാര്യം കർപ്പൂരം കൂട്ടിയിട്ട് കത്തിക്കുമെന്നാ തോന്നുന്നു. അനുഭവം ഗുരിയയിലെ ചേർക്കൻ. ഇവര് കുഞ്ഞുമോനെ കുറിച്ച് എന്തറിയാം? കിടുക്കനൊരു അമ്പലമാ. എന്തായാലും ഞങ്ങളെ ഗുണ്ടകൾക്ക് ഈ പ്രാർത്ഥന പരിപാടിയൊന്നും ഇല്ലാത്ത, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. അമ്മേ ദേവി, ഇന്നത്തെ കൊട്ടേഷൻ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം അത് വലിയ കേസൊന്നും അല്ല. പിന്നെ അടുത്ത മാസം എനിക്കൊരു കൊട്ടേഷൻ ഉണ്ട്. അതായത് ഈ ബെൽറ്റ് ബോംബൊക്കെ എൻ്റെ അരയിൽ ഇങ്ങനെ കെട്ടിവെച്ച ഒരു ചാവേർ ആക്രമണം, അതൊന്ന് വിജയിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ചുറ്റുവിളക്കി ഇവിടെ അങ്ങ് നേർത്തേക്കാം. അമ്മേ നമസ്തേ ശരണ്യേ ശിവേ സാനുകമ്പേ നമസ്തേ ജഗദ്വ്യാപികേ വിശ്വരൂപേ നമസ്തേ ജഗദ്വന്ദ്യ പാദാരവിന്ദേ നമസ്തേ ജഗത്താരിണി. നോക്കിക്കൊണ്ട് നിൽക്കാതെ വന്ന് അനുഗ്രഹം മേടിക്കുക. അവിടെ അല്ലല്ലോ, അമ്മയുടെ കാലത്തോട്ട് അനുഗ്രഹം മേടിക്കും. എന്റെ അമ്മയുടെ കാലം ഞാൻ വീണിട്ടില്ല, പിന്നെ എന്റെ അമ്മയുടെ 4 ഇരട്ടി വലിപ്പമുള്ള വേറൊരു അമ്മയുടെ കാലേ വീണു. കുഞ്ഞേ, എന്തോ അതിന്റെ പ്രശ്നം? സമയദോഷം, ശത്രുദോഷം, മാനഹാനി, ചൈനീക്കനി, എന്തോ പ്രശ്നം? എല്ലാത്തിനും പരിഹാരമുണ്ട്. എന്തായി പറയുന്നേ? മോനെ, നിന്റെ നാളെന്തുവാ? പേരെന്തുവാ? പേരെന്താളും പറ. പേരെന്തിനാ നാളെ പറയുന്നേ? ഇപ്പോഴത്തെ ഞാൻ പറയാം. ചട്ടമ്പി കുഞ്ഞുമോൻ. എന്നാ കുഞ്ഞുമാൻ കാര്യം പറ. ഞാനേ ഒരാടെ ഇന്ന് ഒരു 50,000 രൂപ വാങ്ങിച്ചു. അതാണോ കുഴപ്പം? അപ്പൊ അത് അവൻ മറന്നു പോകണം.
അതിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു പസ്മം മോന്റെ തന്നുവിടാം. അത് കൊണ്ടു ചെന്നിട്ട് ഈ പൈസ മേടിച്ചവന്റെ മോന്തയ്ക്കോട്ട് ഒരു ഊതങ്ങ് വെച്ചു കൊടുക്കണം. അപ്പൊ ഒരു 50,000 രൂപ അല്ല 1,00,000 രൂപ ആണെങ്കിലും മറന്ന് അങ്ങ് പൊക്കോളാം. ഞാനല്ല ഞാൻ ഈ പറഞ്ഞു വന്നത്. ഞാനൊരു 50,000 രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അതെന്തോ കൊട്ടയാണ് 50,000 രൂപയുടെ കൊട്ട. നിനക്ക് ഏതാണ്ട് ബാധ കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അതിന്റെ കുഴപ്പം. നിന്റെ മുടി ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ട് ചരട് കെട്ടിയിട്ട് തീക്കകത്തിട്ട് ചുട്ടിട്ട് നിന്നെ തീക്കലിനകത്തിട്ട് ചൂട് പായസം തലേ കൂടെ ഒഴിക്കുമ്പോൾ നിന്റെ വാതകം പോവും, ബോധവും പോവും. എന്റെ അമ്മച്ചി സംഭവം എന്താണെന്നറിയോ? എന്താ? ഞാൻ ഇവിടെ വന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തെങ്ങാണ്ട് ദാക്ഷായിടി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരെ അമ്മച്ചി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവരത്ര തീവ്രവാദിയാ. അവര് ചെയ്തു വെച്ച പരിപാടി എന്താണെന്നറിയാം അമ്മച്ചിക്ക്? അവരാദ്യത്തെ ഭർത്താവിനെ ചൂലം കുത്തിയെങ്ങാണ്ട് ചാടിച്ചിട്ട് ആ ചെറുക്കനെയും പെണ്ണും പിള്ള ഓടിച്ചു വിട്ട് രണ്ടാമതൊരു കല്യാണം കഴിച്ച് അവരുടെ വീട്ടിൽ വന്ന് താമസിച്ച് അവനെ ഇറക്കി വിട്ട് ആകപ്പാടെ പ്രശ്നമുണ്ടാക്കി ആ വീട്ടിൽ സ്വൈര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കും. അവരെ ഇന്നെങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയവരുടെ തലയടിച്ച് പൊട്ടിച്ച് നാചിപ്പിച്ച് ഇന്ന് ഞാൻ അവരെ ഇവിടുന്ന് ഇറക്കി വിടും. പറഞ്ഞട്ടി നെരുതിയിലോട്ടാണ് പണി തരാൻ പോവാ. അയ്യോ ഓടി വരട്ടെ, ഓടി വായോ നിങ്ങൾ. എന്താ കത്തിക്കണ്ട? കത്തിക്കണ്ട, കത്തിക്കല്ലേ? ഞാൻ പിന്നെ കുഞ്ഞു തലയടിക്കാൻ പോയി. അടങ്ങിയിരുന്നോണം. ഒരത്യാവശ്യം നോക്കിയാൽ തിപ്പത്തിയും കിട്ടത്തില്ല. ഇവിടെ അടങ്ങിയിരുന്നോണം. ഞാൻ അകത്ത് പോയി ഒരു പന്തം കത്തിച്ചോണ്ട് വരാം. ജീവനോടെ കത്തിക്കും. അയ്യോ എന്റെ ഫോണെന്തി ഫോൺ ഇവിടെ കിടക്കും. ബെല്ലുണ്ട്. ഹലോ ഹലോ ചന്ദ്ര, നീ എവിടാണാ? ഞാൻ കുറി വെച്ചോണ്ടിരിക്കുക. തീർന്നില്ലയോടാ? കുറിയില്ലെങ്കിൽ ചന്ദ്രനില്ല. എന്റെ ചന്ദ്ര, നീ കുറി മുറിച്ചിട്ട് ഇങ്ങോട്ട് വാടാ. ചന്ദ്രൻ വെക്കുന്ന കുറിയൊന്നും മുറിക്കാറില്ലെന്ന് ആശാൻ അറിയില്ലേ? വിളിച്ച കാര്യം പറ. എന്റെ ചന്ദ്ര, ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുത്തടാ. ഞാൻ അവിടെ കെട്ടിക്കിടക്കുവാടാ. അത് ശരി. താൻ ഞാൻ അറിയാതെ ഒറ്റക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞ് പുതിയ കൊട്ടേഷൻ പിടിച്ച് പെട്ടപ്പ ചന്ദ്രനെ വിളിക്കുവാണല്ലേ? ഈ കഥയിൽ ചന്ദ്രന് റോളില്ല. അതുകൊണ്ട് ചന്ദ്രൻ വരില്ല. അയ്യോ ചന്ദ്ര, പറയല്ലേടാ, വരേടാ. ചന്ദ്രൻ കട്ട് ചെയ്തു. ചന്ദ്ര ചന്ദ്രൻ ഫ്രം കൊതവറ. ഇവിടെ എവിടെയാണല്ലോ എന്റെ ആശാൻ ഉണ്ടെന്ന് പറഞ്ഞത്. ഇന്നിട്ട് ഇയാള് ഏത് കേറി വന്നപ്പോഴേ ഇടങ്കാലിട്ട് വീഴ്ത്താൻ നോക്കുന്നു. ഏതാടാ തെണ്ടി നീ? എവിടെയോ കേട്ട കുരൽ. അയ്യോ ആശാനെ, അയ്യോ ഇതെന്താണ്? ഇതാരാണ് ഇതൊക്കെ ചെയ്തത്? എന്താണ് സംഭവം? അയ്യോ എന്ത് പറ്റി? എവിടെ പോകാന്ന്? ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നപ്പോ തന്നെ പോവാന്ന്. എന്നിട്ട് ഒറ്റക്ക് ഷൈൻ ചെയ്യാനാണ്. അത് മനസ്സിൽ വെച്ചാ മതി. എന്റെ ചെറുക്കൻ വന്നു, ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുപോലെ ധൈര്യമായി. ഇനി അടി കുറച്ച് കൊണ്ടാ മതിയല്ലോ. അല്ല 120 നിൽക്കും ഇനി കുഞ്ഞുവാൻ. എന്റെ ചന്ദ്ര, വിഷുവിന് വേറൊരു കൊട്ടേഷൻ വെട്ടെടുക്കരുത്. അന്നൊരു പണി കിട്ടിയിട്ടുണ്ട്. ആന്ന് ചുമ്മാ ചിരിപ്പിക്കാതെ പോടും. എന്ത് ഇയാള് പണിക്ക് പോകത്തിരുത് എനിക്കറിഞ്ഞു. പണിക്ക് പോകുന്ന കാര്യമല്ല. എടാ അന്നൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഇച്ചിരി ചില്ലറ കേസാ. വിഷുവിന് കൊട്ടേഷൻ ഒന്നും എടുക്കരുതെന്ന് ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഈ പ്രാവശ്യം കൊട്ടേഷൻ എടുത്താൽ ചന്ദ്രന് വരാൻ പറ്റില്ല. എന്നെ പുഞ്ചിരി ക്ലബ്ബ് ഞാനാ ഈ പ്രാവശ്യം കൃഷ്ണനായിട്ട് ഏറ്റത് എന്താന്നോ? എടോ ഈ കഴിഞ്ഞ ഇടക്ക് ഉത്സവത്തിന് ഗാനമേളക്കാര് ഹൗവ ഹൗവ പാട്ട് പാടിയപ്പോ ചന്ദ്രൻ അവിടെ നിന്ന് തുള്ളിയല്ലോ. അത് ഉത്സവ പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടില്ല. അയാള് രാത്രി എന്റെ തലക്ക് ഇരുട്ടടി അടിച്ചിട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പൊ അവനെ കംസനായിട്ട് ഒരുക്കാമെങ്കിൽ ഞാൻ കൃഷ്ണനാകാന്ന് പറഞ്ഞു. അവനെ കംസനായിട്ട് ഒരുക്കുന്നത്? കൃഷ്ണൻ ഈസി ആയിട്ട് കംസനെ എവിടെ കേസാവാനാ? കോടതി ചെന്ന് ജഡ്ജി എടുത്ത് ഞാൻ പറയും
കംസനെ കൊന്നത് കൃഷ്ണനാണ്, അല്ലാതെ ചന്ദ്രനല്ലെന്ന്. കണ്ടോ ചന്ദ്രന്റെ ബുദ്ധി. എന്റെ ചന്ദ്ര നിനക്ക് ഡബിൾ ബുദ്ധിയാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് മേടിച്ചു തരാം. എന്തോന്ന് ഡബിൾ ബുൾസേ? ഡബിൾ ബുൾസേ അല്ലെന്ന് പറഞ്ഞു, ഡബിൾ ബുദ്ധിയാണ്. അതിപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഞാൻ പന്തം സാബുമായിട്ട് ഒരു അടിക്ക് പോയത് അറിഞ്ഞാൽ എന്നെ എന്താണ് വിളിക്കാൻ? ആ അടിക്കൊന്നും നിങ്ങൾ പറ്റിയില്ല. പന്തം സാബുവിന്റെ പ്രത്യേകത അറിയാലോ, പന്തം കത്തിച്ചെറിയും. അവനെ കോടം പക്കത്ത് വെച്ച് ആരോ ഒന്ന് ഞോണ്ടിയെന്ന് നേരെ ചെന്ന് എല്ലാത്തിനും ഞാൻ പഞ്ഞിക്കിട്ട് നോക്കുമ്പോ 150 പേരെന്നെ വളഞ്ഞേക്കുവാ. എണ്ണി നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി 150 പേർ കൂടെ എന്റെ കുറി തികയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവനെ കൊണ്ടൊരു കാട്ടി കയറി പാത്തിരുന്നു. അവിടെ വന്ന് അടിച്ചാശാന്. എന്റെ പൊന്നു പറയാനെ കാട്ടി കയറി പാത്തിരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ അവന്മാര് വന്നടിക്കുന്നത്? ഈ വൃത്തി കേട്ടവും പന്തവും കത്തിച്ച് പിടിച്ച് കാട്ടി വന്ന് വെളിച്ചം കണ്ടെടുത്ത് ആൾക്കാർ ഓടി വന്ന് അടിച്ച് ആ കാട് മുഴുവൻ കത്തി. അവസാനം ഞാൻ പിന്നെ ഫയർഫോഴ്സുകാരെ വിളിച്ച് അണക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ കേസ് വേറെ നടക്കുക. എന്റെ പൊന്നു ചന്ദ്ര, ഇവിടെ ഇപ്പൊ വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അയ്യോ പറഞ്ഞ പോലെ വന്ന കാര്യം എന്തായിരുന്നു? സംഭവം എന്തുവാന്നറിയാമോ? എടാ ഒരു 85 വയസ്സുള്ള ഒരു തള്ളയെ ഒഴിപ്പിക്കാനാ. ഇയാൾക്ക് ഇപ്പോഴും നട്ടലില്ലല്ലോടോ. 85 വയസ്സുള്ള ഒരു തള്ളയെ ഒഴിപ്പിക്കാനാണ് എന്നെ വിളിച്ചു വരുത്തിയത്. കേറി വരികയും ചെയ്ത്. ഒരു കാര്യം ചെയ്, അവരുടെ അടുത്ത് ചെന്ന് ചന്ദ്രൻ വന്നിട്ടുണ്ടെന്ന് പറ, അവർ ഒഴിഞ്ഞു പൊക്കോളും. ഇതാ അവർക്ക് അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ലടാ. എന്താ അവർക്ക് മുടിഞ്ഞ പ്രാന്താണാ. സൈക്കോ തള്ളയാണ് അവര്. സൈക്കോ തള്ളയോ? പലരുമായിട്ട് ഞാൻ ഏറ്റുമുട്ടിയിട്ട്, പക്ഷെ ആദ്യമായിട്ടാ ഒരു സൈക്കോയെ എന്റെ കയ്യിൽ കിട്ടുന്നത്. ബോംബെയിലെ ചന്തുബായിയെ കറക്കി അടിച്ചതിന് ശേഷം 1.5 മാസം ഞാൻ ചന്തുബായി തളർന്ന് കിടക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് സൈക്കോ എങ്കിൽ സൈക്കോ കിട്ടിയാൽ അവരെ ഞാൻ പൂട്ടി ഞാൻ വേറെ ലെവലിലെത്തിക്കും. ആശാൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എന്താ പേടിക്കുന്നത്? എന്താണ് കത്തി ഞാൻ എടുത്തിട്ടുണ്ടോ? കത്തട്ടോ ചന്ദ്രന്റെ കളി കാണാൻ എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലേടാ? ഞാനല്ലടാ. എന്റെ പേര് ഞാൻ തന്നെ പറയുന്നത് എനിക്കിഷ്ടം. ചന്ദ്രൻ, ഡിസ്ക് ചന്ദ്രൻ ഫ്രം കോതവറ. അത് പറയല്ല, കോതവറ. എന്റെ മെയിൻ പരിപാടി കുറിവെപ്പ. കൊതവറയും കുറിവെപ്പ് നീ മൊത്തത്തിലൊരു നാട്ടക്കാണ്. എന്നെ ആ കുറി വെച്ചാ കുറി വെക്കുന്നവൻ ജീവിച്ചിരിക്കത്തില്ല. അതാ ചന്ദ്രൻ. മര്യാദക്ക് ഇവിടുന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ കുറി വെക്കും. ആശാനെ, ആശാൻ പറഞ്ഞത് ശരിയാ. എന്തുവാ? അവർക്ക് മന്ത്രവും മായാജാലവും ഞാൻ പറഞ്ഞില്ലയോ? ഒറ്റയടിക്ക് അവർ അപ്രതീക്ഷയായി. അത് ശരി, ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? ഇവിടുന്ന് ഒഴിഞ്ഞ് പോകുന്നതാണ് നല്ലത്. ചന്ദ്ര, ചന്ദ്ര ഇവിടെ കുഴപ്പമില്ല. ഇപ്പുറത്തുനിന്ന് പോയി, ഇപ്പുറത്തുനിന്ന് വന്ന കാര്യം നോക്കി ഇപ്പുറത്ത് വന്ന് പോയി. കേടോ പരട്ട് തള്ളേ. ഒരു ചെവിക്കകത്ത് ഊതി കൊണ്ട് എന്റെ ബാലൻസ് പോയി. ഇപ്പുറത്തെ ചെവിക്കകത്ത് ഊതി തന്നാലേ എനിക്ക് ബാലൻസ് കിട്ടൂ. ചന്ദ്ര സുജാതെ, എടി കള്ളി. ചന്ദ്ര കഴിഞ്ഞ മാസം വരെ എന്റെ വിരൽത്തുമ്പെ പിടിച്ച് ചന്ദ്രനെന്ന് പറഞ്ഞ് നടന്ന നീ ഇപ്പൊ ചന്ദ്രന്നോ? നിനക്ക് എങ്ങനെ തോന്നി സുജാതെ എന്നെ വിളിക്കാൻ? എടി കള്ളി, നിന്നെ എവിടെ വെച്ച് കണ്ടാലും നിനക്ക് തരാൻ ചന്ദ്രേട്ട ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതും തുടങ്ങിയല്ലേ നീ വീടി വലി? എടി കള്ളി, എടി ഒറ്റക്കിരുന്ന് തിന്ന് നിന്റെ മോഹമൊക്കെ ചുമന്ന് തൊടുത്ത് അണ്ണാൻ പാല് പോലെ ആയില്ല. കള്ളിപ്പെൺ. ശങ്കരൻ തമ്പി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ല. പണ്ട് ഇവളെ കെട്ടാൻ വേണ്ടി ഇവിടെ വന്ന് നിങ്ങളുടെ കാല് ഞാൻ പിടിച്ചപ്പോ, എടാ പുല്ലേ, നീ എന്താ പറഞ്ഞത് ശങ്കരൻ തമ്പി? ഇവളെ നീ കെട്ടിച്ച് തരത്തില്ലെന്ന്. ഇത് ചന്ദ്രനാ. കെട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ കൊണ്ടുപോകും. അത് ശങ്കരൻ തമ്പി അല്ല, അവന്റെ അച്ഛൻ വേലപ്പൻ തമ്പി വിചാരിച്ചാലും നടക്കില്ലടാ. വാടി, ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്ത. നീ പറഞ്ഞ പോലെ ഇരട്ട പിള്ളേർ കൺഫേം. നിന്റെ ശാന്തി മുഹൂർത്ത പറഞ്ഞാൽ കേൾക്കത്തില്ല.
ആശാനെ പൂജാരെ നീ വിളിച്ചോണ്ടിരിക്കുക വന്ന കാര്യം നടത്തേ. ആ കാര്യം ചന്ദ്രനോട് പറയണം. അത് ചന്ദ്രൻ ഏറ്റാശാനെ. ചന്ദ്ര നിന്നോട് ഞാൻ പറഞ്ഞില്ലയോ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ലെന്ന്. ഞാൻ കുറി വെച്ചേക്കുവാ. നീ എപ്പോഴും വെക്കുന്നില്ലയോടാ ചന്ദ്ര? ഇത് ആ കുറി അല്ല, പിന്നെ ശരിക്കും ചന്ദ്രൻ ഇപ്പോഴാ കുറി വെച്ചത്. സത്യം പറഞ്ഞ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്ത് ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിൽ വരുന്നത്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലും മാത്രമാണ് ഇതേപോലെ ക്യാരക്ടേഴ്സ് വേറെ വേറെ സ്കിറ്റുകളിൽ വരുന്നത്. അപ്പൊ അതിലൊരു കൈയടി നമുക്ക് കൊടുക്കാം. നേരെ നമ്മുടെ കാര്യക്കാരിലേക്ക് പോവാം. നസീർക്ക, നല്ല സ്കിറ്റായിരുന്നു കേട്ടോ. ഇതിന് മുമ്പ് ചെയ്തതിൻ്റെ ഒരു തുടർച്ചയാണ്. പക്ഷേ ആ ക്യാരക്ടർ അല്ല ഇതിൽ. മോൻ മാത്രം വന്നുപോയി, അമ്മയും അവിടെയുണ്ട്. ബാക്കി 2 പേര് വരുന്നത്, മൊത്തം 4 പേര് ആണ് ഇതിൻ്റെ അകത്ത് നിൽക്കുന്നത്. ഒരാൾ ഫോണിലും ഉണ്ട്, 5 പേരുണ്ട് ഇതിൻ്റെ അകത്ത് ക്യാരക്ടർ. അതിനെ തുടർന്നാണെങ്കിൽ അതിലെ ക്യാരക്ടർ അല്ലാതെയാണ് നിങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ഈ സ്കിറ്റിൽ ടോട്ടൽ വെച്ച് പറയുമ്പോൾ തുടക്കവും അവസാനവുമായിരുന്നു പഞ്ചിൻ്റെ ഏരിയ. നല്ല നല്ല തമാശകളും ആക്ഷൻ കോമഡികളും ഒക്കെ അവിടെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ ആർട്ടിസ്റ്റ് നിങ്ങൾ 3 പേരും 3 നല്ല ഗംഭീരമായിട്ട് ഇത്രയും ക്യാരക്ടർ മാറി മാറി ചെയ്തിട്ടും നല്ല ഗംഭീരമായി നിങ്ങളത് ചെയ്തു. നമ്മുടെ മന്ത്രവാദിയായ അമ്മ നല്ലതായിരുന്നു, വില്ലൻ നല്ലതായിരുന്നു, 2 കൊട്ടേഷൻകാരും നല്ലതായിരുന്നു, പോയ മോനില്ലേ മോനും നല്ലതായിരുന്നു. മോൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചേഞ്ച് ഓവറൊക്കെ നല്ലതായിരുന്നു. 3 പേർക്ക് അടിപൊളിയായിട്ട് ഓൾ ദ ബെസ്റ്റ്. നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ സെൻറ്ററിൽ കുറച്ച് തമാശകൾ കുറവുണ്ടായതുപോലെ തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ സെൻറ്ററിൽ തന്നെ 2 ഭാഗത്ത് അങ്ങനെ ഒരു വലിച്ചിൽ വന്നെന്നോണ്. വലിച്ചിലെന്ന് ഉദ്ദേശിച്ചാൽ കൗണ്ടർ ഉണ്ടായില്ല, കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അത് 2ഉം ട്രിം ചെയ്തിട്ട് അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു ലെവല് സ്കിറ്റായേനെ കേട്ടോ. അത് ഭയങ്കരമാണ്. കാരണം നിങ്ങളെടുത്ത ആ കണ്ടൻറ്റ് നമ്മൾ നേരത്തെ വന്നാണെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ അന്ധവിശ്വാസത്തിൻ്റെ എക്സ്ട്രീമാണ് ഈ സാധനം കാണിച്ചത്. സാധാരണ നമ്മൾ പറയുന്നത് ചെറിയൊരു അമ്പലമൊക്കെ കെട്ടിയിട്ട് നമ്മളൊക്കെ തൊഴുകാനും പൂജയൊക്കെ നടത്താറുണ്ട്. പക്ഷേ ഇതൊരു വീട് തന്നെ അമ്പലമാക്കി മാറ്റാന്നൊക്കെ പറഞ്ഞാൽ ഈ തള്ളയുടെ ഒരു അന്ധവിശ്വാസം ഭയങ്കരമുണ്ട്. അവർ അതിനകത്ത് അങ്ങോട്ട്, കാരണം ക്ലൈമാക്സിലൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ വരെ പാകം വന്നവരല്ലേ ശരിക്കും. ആ ആൽത്തറ അല്ല, നമ്മുടെ എന്താണ് തുളസിത്തറ, അതുവരെ ഒരു അമാനുഷിക ശക്തി പോലെ വന്നിട്ടുണ്ട്. കാരണം ഇത് തന്നെ ഇങ്ങനെ കിടക്കണതിൻ്റെ പേരില്ലേ. അതൊക്കെ വളരെ രസകരമായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ ഈ നമ്മളെ തലയിൽ വെച്ചിട്ട് കത്തിക്കൂലേ ഒരു മനുഷ്യനെ, അയാൾക്ക് വേദന എടുക്കുമോ, അയാൾ മരിക്കോ, ഒന്നുമില്ല. കാരണം ഇവർക്ക് ചിന്ത മുഴുവനും ഈ അന്ധവിശ്വാസത്തിലാണ്. അവരെന്ത് ചെയ്യാനും, കാരണം അത് നമുക്ക് ഹ്യൂമറായിട്ടാണ് തോന്നുന്നത്. ഈ പറഞ്ഞ കൂട്ട് അതിനകത്ത് ഉള്ള ആ വലിച്ചിലൊന്നും മാറ്റി ഉഗ്രം സ്കിറ്റായനെ. ബാക്കി കാര്യങ്ങളൊക്കെ പറയും, പ്രചോദനം പറയണ്ട കേട്ടോ. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഉഗ്രം സ്കിറ്റ്. താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് നേരെ പ്രചോദനത്തിലേക്ക്. രാജ്മോഹൻ, അഭിലാഷേ, വിഷ്ണു, നല്ല ഭംഗിയായിട്ട് നിങ്ങൾ വൃത്തിയായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. അതിനൊരു ഉഗ്രം കൈഡി ആരും തരും. ഞാൻ തുടക്കം പറയുന്നത്, ആദ്യം ആ ക്യാരക്ടർ ഇവിടെ ഇല്ല. രാജ്മോഹൻ്റെ ആദ്യത്തെ മകനായി വന്ന ക്യാരക്ടറിൻ്റെ ഉഗ്രം കൈഡി. ആ ക്യാരക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല. പക്ഷേ ആ മകനായിട്ട് വന്ന് പെർഫോം ചെയ്ത് വന്ന ആ മൊമെൻ്റ് എന്നൊക്കെ പറയുന്നൊരു, നമുക്ക് എത്ര സമയമുണ്ടോ അത്രയും സമയം കൗണ്ടറുകളുടെ മഴയായിരുന്നു. അതായത് വിഷ്ണുവിനെ കണ്ടു കഴിഞ്ഞാൽ ശരിയാണ്, നമുക്ക് ഈ അന്ധവിശ്വാസം കൂടിയിട്ട് ചില അന്യഗ്രഹ ജീവികളൊക്കെ വന്ന് നിൽക്കുന്ന പോലെ വിഷ്ണുവിനെ കാര്യം അങ്ങനെ ഒരു ചില സിനിമയിലൊക്കെ കാണുന്ന പോലെയാണ് ചില പരിപാടികൾ. അത് ഞാൻ പറഞ്ഞ പെർഫോമൻസ് ബേസിലാണ് കേട്ടോ. വിഷ്ണു അസാധ്യമായിട്ട് പെർഫോം ചെയ്തു. കാര്യം ആ ക്യാരക്ടറിനോട് നമുക്ക് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ പോലും അത്രയും ഭംഗിയാകണമെന്ന് എനിക്കറിയില്ല. കാര്യം അത് ആ തുടക്കം മുതൽ ഒടുക്കം വരെ അതങ്ങ് നിന്നു. അവസാനം വന്ന എൻഡിൽ മേലോട്ട് ഇങ്ങനെ കൈ വെക്കുന്നതിന് വരെ നമുക്ക് ആ ക്യാരക്ടറിന് ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം ഇവർ എന്തും ചെയ്യും, വരുന്നവനെ എങ്ങനെയായാലും. കാര്യം പറഞ്ഞ് ബിജുക്കുണ്ണും എന്തോ സമയദോഷം വരുന്നത്, അതൊക്കെ കാര്യം ആരെ വേണേൽ അവർ ആവാഹിച്ചെടുക്കുന്ന ഒരു സ്ത്രീയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നസറുഖാൻ ബിജുക്കുണ്ണും പറഞ്ഞ പോലെ ഫസ്റ്റ് എൻട്രി കഴിഞ്ഞാൽ രണ്ടാമത്തെ എൻട്രി അഭിലാഷ് വന്നു. അഭിലാഷിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്ന് രാജ്മോഹൻ പോയി ഡ്രസ്സ് മാറേണ്ട ഒരു ഡിലേ, അവിടെ ആ ഡിലേ നമ്മുടെ സ്കിറ്റിനെ ബാധിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അവിടെ അഭിലാഷ് പറയുന്ന ഒരു സാധനത്തിനകത്ത് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഹ്യൂമർ
അവിടെ ഇത്തിരി കുറഞ്ഞു, അവിടെ ഇത്തിരി ലാഗ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞുള്ള പോർഷനും ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സാധനങ്ങളൊക്കെ നല്ല ആക്ടിവിറ്റീസ്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തുളസിത്തറ എടുത്ത് അവസാനത്തെ അടിക്കുന്ന ഒരു പരിപാടികളും, പിന്നെ കിളി പോയ കേസ് രാജിമോനെ, അത് നിങ്ങളെ കഴിഞ്ഞുള്ള ആളെയോ അത് പെർഫോം ചെയ്യാം. ഓക്കെ, 3 പേർക്ക് വളരെ അടിപൊളി. താങ്ക് യു ചേട്ടാ. ദാക്ഷായണി ദേവി, ഉത്സവം നടത്താനായിട്ട് കാര്യക്കാരിൽ നിന്ന് നമുക്ക് കാര്യമായി പിരിവ് വെച്ചാലോ? അപ്പൊ സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഓക്കെ, ഞാൻ ഒരു 14,000 രൂപ. 14,000 രൂപ. ഞാനും കുറയ്ക്കുന്നില്ല, 14,000 രൂപ. ഓക്കെ, അപ്പൊ ഇക്കയും പ്രചോദേട്ടനും 14,000 തന്നിട്ടുണ്ട്. മൊത്തത്തിൽ 28 ആയിട്ടുണ്ട്. തികയത്തില്ലല്ലോ ഉത്സവം നടത്താൻ? അയ്യോ, ഞാൻ പെട്ടെന്ന് വിട്ടാക്കാമേ. ദാ പിടിച്ചോ. 65,000 രൂപയാണ് നേടിയിട്ടുള്ളത്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം ചേട്ടന്മാരെ കൂടുതൽ സ്കിറ്റുകളുമായിട്ട്. സ്വാഹ വയ്ക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചിരികളും സ്കിറ്റുകളും സ്പെഷ്യൽ പെർഫോമൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, this is me Meenakshi Sudhir signing off from Flowers Comedy. ഏത് ഐറ്റം വരെ. Good night. Flowers Comedy.